കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ 2 ഡിവിഷനുകളിൽ റീകൗണ്ടിംഗ്. പുത്തികെ, ബേക്കൽ ഡിവിഷനുകളിലാണ് റീകൗണ്ടിംഗ് നടത്തുന്നത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ ചേരുന്നു. അരുൺ പാറക്കൽ, എന്താണ് ഈ 2 ഡിവിഷനുകളിലും റീകൗണ്ടിങ്ങിലേക്ക് പോകുന്നതിനിടയാക്കിയ സാഹചര്യം? കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഏവരും ഉറ്റുനോക്കിയതായിരുന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഫലം. കഴിഞ്ഞ തവണ ബലാബലം വന്ന പഞ്ചായത്തിൽ സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി LDF ഭരിക്കുകയായിരുന്നു. ഇത്തവണ ശക്തമായ മത്സരം പല ഡിവിഷനുകളിലും ഉണ്ടായി. പ്രത്യേകിച്ച് പുത്തിക ഡിവിഷൻ NDAയുടെ കൈവശമുണ്ടായിരുന്ന ഡിവിഷനായിരുന്നു. ഈ പുത്തിക ഡിവിഷനിൽ ഇത്തവണ UDF ആ ഡിവിഷൻ എടുത്തു. അങ്ങനെയാണ് അവിടുത്തെ NDA സ്ഥാനാർത്ഥി റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ ബേക്കൽ എന്ന് പറയുന്നത് പുതിയ ഡിവിഷനാണ്. ഈ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പുതിയ ഡിവിഷനായിരുന്നു ബേക്കൽ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. അവിടെ UDF ആണ് റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടത്. നിലവിലെ വന്ന ഫലമനുസരിച്ച് 9 LDFനും 8 UDFനും 1 NDAക്കുമായിരുന്നു. പക്ഷേ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടതോടുകൂടി ഫലം റദ്ദാക്കിയിട്ടുണ്ട്. 15-ാം തീയതിയാണ് റീകൗണ്ടിംഗ് നടക്കുക. ദിലീപ് കുമാർ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ 2 ഡിവിഷനുകളിൽ റീകൗണ്ടിംഗ് നടക്കും. പുത്തികെ, ബേക്കൽ ഡിവിഷനുകളിലാണ് റീകൗണ്ടിംഗ്. പുത്തികയിലും ബേക്കലിലും LDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. പുത്തികയിൽ NDA സ്ഥാനാർത്ഥിയും ബേക്കലിൽ UDF സ്ഥാനാർത്ഥിയുമാണ് റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടത്. 15-ാം തീയതി വീണ്ടും ഈ ഡിവിഷനുകളിലേക്കുള്ള വോട്ടെണ്ണൽ നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.